ഹായ്, ഇന്നത്തേത് ഒരു ഈസ്റ്റർ സ്പെഷ്യൽ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ചിക്കൻ ഫ്രൈ. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: ചിക്കൻ്റെ ലെഗ് പീസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, നാരങ്ങാനീര്, അരിപ്പൊടി, മൈദാമാവ്, മുളക് പൊടി. ആദ്യം നമുക്ക് ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 നാരങ്ങയുടെ നീര് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. നാരങ്ങ നീര് പുരട്ടിയതിനു ശേഷം 10 മിനിറ്റ് ഇങ്ങനെ മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദാമാവും 1 ടീസ്പൂൺ അരിപ്പൊടിയും ചേർത്ത് നന്നായി യോജിപ്പിക്കുക. മാരിനേറ്റ് ചെയ്ത ചിക്കൻ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക. അതിനുശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. 1 മണിക്കൂറിന് ശേഷം ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വയ്ക്കുക. ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായ ശേഷം ചിക്കൻ്റെ ലെഗ് പീസുകൾ ഓരോന്നായി വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് ഇരുവശവും നന്നായി മൊരിച്ചെടുക്കുക. ഈ വശം നന്നായി മൊരിഞ്ഞ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് മറുവശവും ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ്റെ എല്ലാ വശവും നല്ല ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഫ്രൈ ആയ ചിക്കൻ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള 2 കഷ്ണം കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചിക്കൻ ഫ്രൈ തയ്യാറാക്കാനുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ്: ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, പച്ചമുളക്, മല്ലി, വറ്റൽമുളക്. ചിക്കൻ ഫ്രൈ ചെയ്ത് ബാക്കിയുള്ള എണ്ണ ചൂടാക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക. രണ്ട് മിനിറ്റ് വഴറ്റിയ ശേഷം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ പച്ചമുളക് ചേർക്കാം. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ് ചേർത്തിരിക്കുന്നത്. ഇനി 2 തണ്ട് കറിവേപ്പില കൂടി ചേർക്കുക. ഇതിലേക്ക് 2 സ്പൂൺ മല്ലി ചതച്ചതും വറ്റൽമുളക് 10 ചതച്ചതും കൂടി ചേർക്കുക. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഇതെല്ലാം നന്നായി മൂത്തതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസുകൾ ഇതിലേക്ക് ചേർക്കാം. ചിക്കൻ്റെ പീസുകൾ ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യുക. തിരിച്ചിട്ട് മറുവശവും കൂടി കുക്ക് ചെയ്യുക. വളരെ രുചികരമായ ചിക്കൻ ഫ്രൈ റെഡിയായിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.